ഇലക്ഷൻ ഡേ സ്റ്റാർ ആകുന്നത് ഇപിയുടെ തന്ത്രം. ഇപിയുടെ മാർക്കറ്റ് വാല്യൂ കൂടിയെന്ന് തിരുവഞ്ചൂർ. ബിജെപിയിലേക്കുള്ള ചാട്ടത്തിന്റെ ഭാഗമെന്ന് കെ സുധാകരൻ. എല്ലാം ഇപി തന്നെ അന്വേഷിക്കട്ടെ എന്ന് എം.വി. ഗോവിന്ദൻ. തുടർച്ചയായി രണ്ടാം തവണയും CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജൻ ഇലക്ഷൻ ദിനത്തിൽ വാർത്താതാരമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഇ.പി. ജയരാജൻ BJPയിൽ ചേരുന്നതിന് ചർച്ച നടത്തിയെന്ന ആരോപണം രാഷ്ട്രീയ ചർച്ചയായത്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി. സമ്മതിച്ചത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയും. ഇപ്പോഴിതാ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം LDF സ്ഥാനാർത്ഥി പി സരിനെയും പാർട്ടിയെയും രണ്ടാം പിണറായി സർക്കാരിനെയും വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെട്ട ആത്മകഥയെന്ന പേരിൽ പുസ്തക ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ നോക്കി ഇ.പി. ജയരാജൻ വിവാദത്തിലകപ്പെടുന്നുവെന്നത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ DC ബുക്സ് പുറത്തിറക്കാനിരിക്കുന്ന പുസ്തകത്തിൽ LDF കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റിയതിൽ പ്രയാസമുണ്ടെന്നടക്കമുള്ള പരാമർശങ്ങളാണുള്ളത്. പുസ്തകം ഔദ്യോഗികമായി പുറത്തിറങ്ങുന്നതിന് മുൻപാണ് വിവാദ പരാമർശങ്ങൾ അടങ്ങിയ പേജുകൾ ഉൾപ്പെടെ പുറത്തു വന്നത്. എന്നാൽ പുറത്തു വന്ന ഭാഗങ്ങളൊന്നും തന്റെ പുസ്തകത്തിൽ ഇല്ലെന്നാണ് ഇ.പി. ജയരാജന്റെ അവകാശവാദം. ആത്മകഥയിലെ ചില വിവരങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. പുറത്തു വന്നത് പൂർണ്ണമായും വ്യാജമാണ്. ഇപ്പോഴും എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മകഥ അച്ചടിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇത്തരമൊരു വാർത്ത പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ ഈ വിവാദങ്ങളൊന്നും ഇ.പി. ജയരാജൻ അറിയാതെ സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കുക പ്രയാസമാണ്. പാർട്ടിയിൽ തന്നെ ഒതുക്കിയവരോടുള്ള പകയുമായി മുന്നോട്ടു പോകുന്ന ഇ.പി. പുതിയ രാഷ്ട്രീയ ലാവണങ്ങൾ കണ്ടെത്തുവാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇ.പി.യേക്കാൾ ജൂനിയറായ എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയും PB അംഗവും ആയതോടെ പാർട്ടിയിലെ ഉന്നത നേതൃനിരയുമായി അകൽച്ചയിലായ ഇ.പി.ക്ക് പാർട്ടിയിൽ ഇനി വലിയ റോളുകൾ അവശേഷിക്കുന്നില്ല. പാർട്ടി പദവികളിൽ തുടരാനുള്ള പ്രായപരിധി മാനദണ്ഡമായ 75 വയസ്സിലേക്ക് അടുക്കുകയാണ് ഇ.പി. അധികാരത്തിലും പാർട്ടി പദവിയിലും തുടരാനാകില്ലെന്ന ചിന്ത ഇ.പിയുടെ നിലപാടുകളെ സാരമായി ബാധിച്ചു തുടങ്ങിയെന്ന് വേണം കരുതാൻ. ആത്മകഥാ വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞത് വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടെന്നാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ഇ.പി. ജയരാജൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പരിശോധിച്ചോട്ടെ. ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നതാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുസ്തക പ്രസാധക രംഗത്തെ പ്രമുഖരായ DC ബുക്സ് കേരളത്തിലെ സമുന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥ ആ വ്യക്തി അറിയാതെ തയ്യാറാക്കിയെന്ന് എങ്ങനെ വിശ്വസിക്കും? ആത്മകഥാ വിവാദത്തിൽ DC-യെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഇ.പിയുടെ വാദത്തെ ശുദ്ധ അസംബന്ധമെന്നും കളവെന്നും വിമർശിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരൻ മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്തു. ഇ.പി. ജയരാജൻ BJPയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇടയ്ക്കിടെ BJP നേതാക്കളെ അദ്ദേഹം പോയി കാണുന്നുണ്ട്. ഇതെല്ലാം ഇ.പി. തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണെന്നും സുധാകരൻ പറയുന്നു. ഇ.പിയുടെയും CPMന്റെയും വിശദീകരണം രണ്ടു വഴിക്കുള്ളതാണ്. LDF കൺവീനർ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതിലുള്ള ഇ.പിയുടെ പക ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അതിന് പരിഹാരമില്ലാത്തിടത്തോളം കാലം ഇ.പി. തൃപ്തനുമാകില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കുന്നു. KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇ.പിയുടെ ആത്മകഥാ വിവാദത്തിൽ നടത്തിയ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. DC ബുക്സ് പോലൊരു സ്ഥാപനം ഇ.പി. പറയാത്തത് എഴുതാൻ സാധ്യതയില്ലെന്നും ഇപ്പോൾ ഇതൊക്കെ നിഷേധിക്കുന്നത് പാർട്ടി നടത്തുന്ന സമ്മർദ്ദത്തിലാണ്. ഇ.പിയുടെ പുസ്തകം കുറച്ചു കാലത്തേക്ക് തടഞ്ഞുവെക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞേക്കും. എല്ലാ കാലത്തും അതിന് കഴിയണമെന്നില്ല. പുതിയ വിവാദത്തോടെ ഇ.പിയുടെ റേറ്റിംഗ് കൂടി, കമ്പോളത്തിൽ മാർക്കറ്റ് കൂടി. ഇ.പിക്ക് ഇനിയും എഴുതാൻ കഴിയട്ടെ എന്ന് മുൻ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ കേരള രാഷ്ട്രീയ കമ്പോളത്തിലെ തന്റെ മാർക്കറ്റ് വാല്യൂ കുത്തനെ ഉയർത്താനുള്ള പണിയാണോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന സന്ദേഹം ഉയർന്നു കഴിഞ്ഞു. ഇനി CPIMന്റെ ഭാഗമായി നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ട ഇ.പി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള അടവ് നയങ്ങളാകാം പയറ്റുന്നത്. BJPയിലെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് തുറന്നു സമ്മതിച്ച ഇ.പി. വൈകാതെ BJPയിൽ എത്തുമെന്ന് കരുതുന്നവർ ഏറെയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്ത BJP 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബൃഹത്തായ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. UDF, LDF മുന്നണികളിലെ പാർട്ടികളെയും ഉന്നത നേതാക്കളെയും ലക്ഷ്യമിടുന്ന BJPയുടെ പ്രൈം ടാർഗറ്റുകളിൽ ഒരാളാണ് ഇ.പി. ജയരാജൻ എന്ന് കേരളത്തിലെ BJP നേതാക്കൾ തുറന്നു പറഞ്ഞിരുന്നു.
ആത്മകഥാ വിവാദമുണ്ടായ ദിവസം BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നടത്തിയ രാഷ്ട്രീയ പ്രസ്താവന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയാണെന്നത് ഓർക്കണം. മുഖ്യമന്ത്രിയും കുടുംബവും പാർട്ടിയെയും സർക്കാരിനെയും ഹൈജാക്ക് ചെയ്തിരിക്കുകയാണെന്നും മുഹമ്മദ് റിയാസിന് അധികാര കൈമാറ്റത്തിനുള്ള വ്യഗ്രതയാണ് മുഖ്യമന്ത്രിയിൽ കാണുന്നതെന്നുമാണ് കെ സുരേന്ദ്രൻ ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ വാർത്താ താരമാകുന്ന EP ജയരാജന്റെ ശീലത്തിന് പിറകിൽ വലിയ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറയുമ്പോൾ അതിൽ അതിശയോക്തിപ്പെടാനില്ല. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് കഴിയാതെ CPIM-ന് ഇക്കാര്യത്തിൽ തുറന്നു പറച്ചിലുകൾക്ക് സാധിക്കുകയുമില്ല.